ഹായ്, ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കണ്ട ചേമ്പും കപ്പയൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ മധുരക്കിഴങ്ങാണ് കേട്ടോ. ഇന്ന് പെരുമ്പാവൂർ പോയി മുത്തിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയതാണ് കേട്ടോ. മുത്തിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ബിരിയാണി വാങ്ങിക്കണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ അതൊന്നും റെഡി ആയിട്ടുണ്ടായില്ല കേട്ടോ. അത് കാരണം മധുരക്കിഴങ്ങിൽ ഒതുക്കി. മുത്തിന് ബിരിയാണി നെയ്ച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മധുരക്കിഴങ്ങ് ഒരേ ദിവസം കൊടുത്തപ്പോൾ കഴിച്ചായിരുന്നു. ഇത് ഈ സമയത്ത് വൈകുന്നേരം ആയെങ്കിലും ഭയങ്കര ചൂട് വെള്ളത്തിന്. മധുരക്കിഴങ്ങ് ഞങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകി ആരെങ്കിലും ഉണ്ടാവുമോ? ചൂടുവെള്ളം എന്ന് വെച്ചാൽ പൈപ്പിൽ കൂടെ ചൂടുവെള്ളം സോളാറൊന്നും ഫിറ്റ് ചെയ്തതിൻ്റെ അല്ല കേട്ടോ. ഭയങ്കര വെയിലാണ്. ഒരു 11 മണി കഴിഞ്ഞ് പൈപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ തിളച്ച വെള്ളമാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു കൈ പൊള്ളി പോകുമ്പോൾ ഇന്നോന്ന്. അപ്പോൾ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കാം. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ മധുരക്കിഴങ്ങ് കഴിച്ചിരുന്നു കേട്ടോ, പക്ഷേ അന്ന് അത്ര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ട് മധുരം ഉണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും നോക്കാം. അന്ന് മൊത്തം ഒരു ചെറിയ പീസ് കഴിച്ചായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം ഇഷ്ടമുണ്ട് കഴിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ പൊന്നൂനാണെങ്കിലും മുത്തിനാണെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ അവർക്കത് ആവശ്യമില്ല കേട്ടോ. അവർ നമ്മൾ വഴക്ക് പറഞ്ഞ് തല്ലിക്കൊട്ടിയൊക്കെ വേണം പിന്നെ തിന്നണമെങ്കിൽ. എന്തായാലും ഇത് വെച്ച് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആശുപത്രി പോയി ബ്ലഡ് എടുത്താണ് കേട്ടോ. ഒരുപാട് സമയം കുത്തി. എനിക്ക് തന്നെ സങ്കടം വന്നു കേട്ടോ, മുത്തിൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം എനിക്ക് ഡെലിവറിക്ക് കിടന്ന് കൊണ്ട് സിറിഞ്ച് കാണുമ്പോഴേ എനിക്ക് പേടിയാണ്. അപ്പോൾ പിന്നെ മുത്തിനെ കുത്തുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി. മുത്താണെങ്കിൽ ചെറുതല്ലേ, കുഞ്ഞ് കയ്യിലേക്ക് സൂചി കുത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അവരാണെങ്കിൽ ഓരോ പ്രാവശ്യവും ബ്ലഡ് കിട്ടാത്തതുകൊണ്ട് കുത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കഴുകി മുറിച്ച് ചെരുവത്തിനകത്തിട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ. സ്റ്റൗ കത്തിച്ചു, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പൊന്നു പറഞ്ഞു, അമ്മേ മധുരക്കിഴങ്ങിന് ചമ്മന്തി കൂട്ടി കഴിക്കണത് നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെയും മുളക് ചമ്മന്തി കൂട്ടി മധുരക്കിഴങ്ങ് കഴിച്ചിട്ടില്ല. കപ്പയൊക്കെ കഴിച്ചിട്ടുണ്ട്, കപ്പ, ചേമ്പ്, കാച്ചിൽ, ചേനയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇന്നൊന്ന് ശ്രമിച്ചു നോക്കാം, നല്ലതാണോ എന്നറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. വെന്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കളറൊക്കെ നന്നായിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഒരു ചെറിയ സമാധാനമുണ്ട്. പൊന്നുവിൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഒരു മുളകേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു മുളകും ഇത്തിരി ചെറിയുള്ളി മാത്രമേ എടുത്തുള്ളൂ. കാരണം ഇനി മധുരക്കിഴങ്ങിൻ്റെ കൂടെ ചമ്മന്തി കഴിച്ചാൽ ഇഷ്ടമായില്ലെങ്കിൽ വെറുതെ അതവിടെ വെക്കേണ്ട വരുമല്ലോ എന്നോർത്ത്. പിന്നെ അവളാണെങ്കിൽ അധികം എരിവ് കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ പേരിനൊരു ചമ്മന്തി ഉണ്ടാക്കി. ചമ്മന്തി ഉപ്പും വെളിച്ചെണ്ണയും ചെറിയുള്ളിയും പച്ചമുളകുമാണ് കേട്ടോ. കാന്താരിയൊന്നുമില്ല, സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉണ്ടമുളകാണ്. അപ്പോൾ ആ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായയാണ് കേട്ടോ, പാല് വാങ്ങിച്ചില്ല. കട്ടൻ ചായ വെച്ചു. മധുരത്തിൻ്റെ കൂടെ ഇത്തിരി കട്ടനും കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പം അങ്ങനെ ഇന്നത്തെ 4 മണി പലഹാരം ഇതാണ് കേട്ടോ ഞങ്ങളുടെ. കുത്തൊക്കെ കൊണ്ട് മടുത്ത് വന്ന കുത്ത് കഴിഞ്ഞിട്ട് മുത്തിന് നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കടയിൽ കയറി. കാരണം വെള്ളം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ വെള്ളം വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞപ്പം അത്രയും ദാഹിച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു. വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചേട്ടനെ നോക്കി ഭയങ്കര ചിരി, ടാറ്റ കൊടുക്കൽ. അപ്പം അയാൾ പറയണ്ടായിരുന്നു, കൊച്ചിന് ഭയങ്കരമായിട്ട് ദാഹിച്ചിരിക്കുമായിരുന്നു, നിങ്ങൾ വെള്ളമൊന്നും വാങ്ങിച്ച് കൊടുത്തില്ലേന്ന്. കുത്തും എക്സ്റേ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ. എക്സ്റേ എടുക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചമ്മന്തിയും മധുരക്കിഴങ്ങും റെഡിയായി. ഇനി ഇത് കഴിച്ച് നോക്കാം കേട്ടോ. വലിയ ആശിച്ച് വാങ്ങിച്ചതാണ്, പക്ഷെ മുത്തിനാദ്യം ഞാൻ കൊടുത്തിട്ട് കഴിച്ചില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എല്ലാം തീരാറാകുമ്പോൾ ചിലപ്പോൾ കഴിക്കുമായിരിക്കും. ഞാനപ്പം ചമ്മന്തി കൂട്ടി ആദ്യമായിട്ടൊന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കട്ടെ, എന്താവും എന്തോ. എന്തായാലും ചമ്മന്തി കൂട്ടി കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇത്തിരി കൂടി ഉണ്ടാക്കാമായിരുന്നെന്ന് തോന്നിപ്പോയി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.